ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് റീഫണ്ട് ചെയ്യുക എന്നതാണ്. അതായത് നമുക്ക് മാർച്ചിന് ശേഷം റീഫണ്ടിന് പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് സിറ്റിസൺ ലോഗിൻ വഴിയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നതാണ്. 2023 ഓഗസ്റ്റ് 10 മുതൽ 2024 ഏപ്രിൽ 1 വരെ ബിൽഡിംഗ് പെർമിറ്റ് ആപ്ലിക്കേഷൻ നടത്തിയവർക്കാണ് റീഫണ്ട് ലഭിക്കുക. ഏപ്രിൽ 1 ശേഷം സർക്കാർ ഭാഗികമായിട്ട് പെർമിറ്റ് ഫീസുകളിൽ ഇളവുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ബിറ്റ്വീൻ ഈ മന്തിൽ പെർമിറ്റ് ആപ്ലിക്കേഷൻ നടത്തിയവർക്കാണ് റീഫണ്ട് ലഭിക്കുക. അപ്പോൾ അതിന് വേണ്ട രേഖകൾ എന്ന് വെച്ചാൽ പെർമിറ്റിന്റെ ഫീസ് അടച്ച റെസിപ്റ്റ്, അതില്ലെങ്കിൽ അഫിഡവിറ്റ്, അതുപോലെ തന്നെ പെർമിറ്റ് കിട്ടിയ ഓർഡർ, അതുപോലെ തന്നെ പെർമിറ്റ് ഓർഡർ അല്ലെങ്കിൽ കംപ്ലീഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റെഗുലറൈസ്ഡ് പെർമിറ്റ് എടുക്കുമ്പോൾ അത് കംപ്ലീഷൻ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ അതിൻ്റെ രേഖകൾ, അതുപോലെ തന്നെ ഒന്നെങ്കിൽ കംപ്ലീഷൻ ഓർഡർ അല്ലെങ്കിൽ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, 3 ബാങ്ക് പാസ്ബുക്ക്, അതുപോലെ തന്നെ 4ാമത് പോസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ്. ഇത്രയും രേഖകളാണ് നമുക്ക് റീഫണ്ടിനുമായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുക എന്നതാണ് നോക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് സിറ്റിസൺ ലോഗിൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ സിറ്റിസൺ ലോഗിൻ ചെയ്ത് ഇതിൽ നമുക്ക് മൈ ആപ്ലിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. മൈ ആപ്ലിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ആപ്ലിക്കേഷൻ ഇവിടെ കാണാം. ഇത് മൈ ആപ്ലിക്കേഷൻ. നമ്മൾ മുമ്പ് എന്തെങ്കിലും ആപ്ലിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാം ഡാഷ്ബോർഡിൽ. അല്ലെങ്കിൽ ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓതേഴ്സ് എന്നുള്ള അക്കോർഡിയൻസ് കാണാം. ഓതേഴ്സ് എന്നുള്ള അക്കോർഡിയൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ വരാം. ഇതിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ബിൽഡിംഗ് പെർമിഷൻ തൊട്ടതായിട്ട് ടൗൺ പ്ലാനിംഗ് എന്നുള്ള അക്കോർഡിയൻസ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൗൺ പ്ലാനിംഗ് എന്നുള്ള അക്കോർഡിയൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് താഴോട്ടായിട്ട് ബിൽഡിംഗ് പെർമിറ്റ് ഫീ റീഫണ്ട് എന്ന് കാണാം. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിലായിരിക്കും വരിക. അതിൽ നിന്ന് ഡിസ്ട്രിക്ട് എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ ലോക്കൽ ബോഡി എൻ്റർ ചെയ്യുക. ലോക്കൽ ബോഡി ഏതാണോ, ലോക്കൽ ബോഡി ഏത് ടൈപ്പാണ്, ഗ്രാമപഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ, അതുപോലെ തന്നെ ഇവിടെ കാണുന്നുണ്ട്. അതിൽ ഏതാണെങ്കിലും നമുക്ക് എൻ്റർ ചെയ്യാം. നമ്മുടെ ഈ കേസിൽ നമുക്ക് ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്താണ്. നമുക്കിവിടെ ഗ്രാമപഞ്ചായത്ത് എൻ്റർ ചെയ്തു. ഗ്രാമപഞ്ചായത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോക്കൽ ബോഡി നെയിം വരുന്നത് ഇവിടെ. നമുക്ക് ആ ലോക്കൽ ബോഡി നെയിം ഒന്ന് എൻ്റർ ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ഫോർ ഓതേഴ്സ്, അതായത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ ലോഗിൻ ചെയ്തതിന് ശേഷം എനിക്ക് വേറെ എൻ്റെ ക്ലയൻറ്റിന് ചെയ്യാനുണ്ടെങ്കിൽ, എൻ്റെ ക്ലയൻറ്റിൻ്റെ റീഫണ്ട് വേണ്ടി അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ മാറിയിട്ട് പുതുതായിട്ട് വരാം. അതിൽ ഞാൻ മൊബൈൽ നമ്പറും വാട്സപ്പ് നമ്പറും ആധാർ നമ്പറും ഒക്കെ എൻ്റർ ചെയ്ത് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ പോകാൻ പറ്റും. അതല്ല, നമുക്ക് ജോയിൻ്റ് ആപ്ലിക്കേഷനാണ്. ഞാനും അതേപോലെ തന്നെ എൻ്റെ വേറൊരു ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ രണ്ട് പേരുടെ വീട്ടിലാണ് ആ പെർമിറ്റ് ഉള്ളത്. ആ രീതിയിലാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് പോവാം. ഒന്ന് വാട്സപ്പ് നമ്പർ കാര്യങ്ങൾ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക, എന്നിട്ട് രണ്ടാമത് ആഡ് ചെയ്യുക. ആ രീതിയിൽ പോവാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അതായത് റീഫണ്ട് ചെയ്യുന്ന അതേ ആളുടെ സിറ്റിസൺ ലോഗിൻ വഴിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മളുടെ ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിലുകളൊക്കെ വരാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ട്രിക്ട് മാറ്റി കൊടുക്കുക. നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റാണോ ആ ഡിസ്ട്രിക്ട് കൊടുക്കുക. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ സെയിം ആണെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുക. ലോക്കൽ ബോഡി നെയിം കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. ഇത് അപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിലാണ്, അപ്ലിക്കൻറ്റിൻ്റെ അഡ്രസ് ഡീറ്റെയിലാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യാനുണ്ട്. അത്ര കാര്യങ്ങൾ എൻ്റർ ചെയ്ത് പോവുക. എന്നിട്ട് ആഡ് ആപ്ലിക്കേഷൻ കൊടുക്കുക. എന്നിട്ട് ജോയിൻ്റ് ആകുമ്പോൾ 2 പേരുടെ, ഇപ്പോൾ ഇവിടെ ഞാൻ ജോയിൻ്റ് എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ 2 പേരുടെ ആഡ് ചെയ്യണം. ഇപ്പോൾ അല്ല ജോയിൻ്റ് അല്ല, നോർമൽ ആണെങ്കിൽ, അതായത് ലോഗിൻ ചെയ്ത ആളുടെ തന്നെയാണ് നമുക്ക് അപ്ലിക്കൻ്റ്, വേറെ കൂടുതൽ ആൾക്കാർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജോയിൻ്റ് ക്യാൻസൽ ചെയ്ത് നോർമൽ രീതിയിൽ തന്നെ, അതായത് ആർക്കാണോ റീഫണ്ട് ചെയ്യുന്നത് അവരുടെ ലോഗിനാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നേരത്തെ ഞാൻ ജോയിൻ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്കിവിടെ ആഡ് എന്ന് കാണിച്ചു. അതിൻ്റെ തൊട്ടടുത്ത് ആപ്ലിക്കൻ്റ് ഓതേഴ്സ് എന്ന് കാണിക്കുമ്പോൾ എല്ലാ ഡീറ്റെയിലും പുതുതായിട്ട് എൻ്റർ ചെയ്യാൻ കാണിച്ചു. അപ്പോൾ അതായത് നമുക്ക് നമ്മളുടെ സുഹൃത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നമ്മളുടെ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലും ചെയ്യാം. ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ എൻ്റർ ചെയ്തു. ഇനി വാട്സപ്പ് നമ്പർ സെയിം ആണെങ്കിൽ വാട്സപ്പ് നമ്പർ അത് തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ വേറെതാണെങ്കിൽ വാട്സപ്പ് നമ്പർ വേറെ കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ആപ്ലിക്കേഷൻ ഡീറ്റെയിലിൽ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലും എഴുതണം. അപ്പോൾ ഇത് സിറ്റിസൺ ലോഗിൻ ഓട്ടോമാറ്റിക് വന്നതുകൊണ്ട് ഇതിൻ്റെ മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമും ഒന്നും ഒറ്റ, നമ്മൾ ആധാർ രജിസ്റ്റേർഡ് ആയതുകൊണ്ട് അതിൽ ഇവിടെ ഫസ്റ്റ് നെയിമിൽ തന്നെ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സ്റ്റാർ ബട്ടൺ ഇട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കമ്പൽസറി ആയിട്ട് എൻ്റർ ചെയ്യണം. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ സക്സസ്ഫുള്ളി സേവ്ഡ് എന്ന് കാണിക്കും.
അപ്ലിക്കേഷൻ ഡീറ്റെയിൽ കഴിഞ്ഞിട്ട് മൂന്നാമത് ജനറൽ ഡീറ്റെയിൽ ആണ്. അപ്പോൾ ജനറൽ ഡീറ്റെയിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ ജെൻഡർ, അതുപോലെ തന്നെ കാറ്റഗറി, പിന്നെ അതുപോലെ തന്നെ APL ആണോ BPL ആണോ എന്നുള്ളതാണ് എൻ്റർ ചെയ്യുക. അത് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പെർമിറ്റ് ഫീസ് എത്രയാണ് പെർമിറ്റ് ഫീസ് അടച്ചിട്ടുള്ളത്. അത് പെർമിറ്റ് ഫീസ് അടക്കുമ്പോൾ നമ്മൾ അതായത് അപ്ലിക്കേഷൻ ഫീസും പെർമിറ്റിൻ്റെ ഫീസും രണ്ടും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് രണ്ടിനും ഓപ്ഷൻ മുമ്പത്തെ റീഫണ്ട് ചെയ്യുന്നതിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇതിൽ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അപ്ലിക്കേഷൻ ഫീസും പെർമിറ്റ് ഫീസും ഒരുമിച്ചാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കുക. ഇവിടെ ബാങ്ക് അല്ലെങ്കിൽ ട്രഷറി അല്ലെങ്കിൽ ഹെഡ് ഓഫ് അക്കൗണ്ട്, ഇതിൽ നമ്മൾ ബാങ്ക് എന്ന് കൊടുത്തു. ബാങ്ക് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് ബാങ്കാണോ ബാങ്ക് നെയിം എൻ്റർ ചെയ്യുക. മീൻസ് SBI, അതുപോലെ തന്നെ അതിൽ ഞാൻ യൂക്കോ ബാങ്കാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബ്രാഞ്ച് എന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ IFSC കോഡ്, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇത്ര കാര്യങ്ങൾ എൻ്റർ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ആഡഡ് പെർമിറ്റ് ഫീസ് ആൻഡ് ആപ്ലിക്കേഷൻ ഫീസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു. അടുത്തൊരു നോട്ട് ചെയ്താണല്ലോ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് രണ്ടും കൂടി ഒരുമിച്ചാണ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്തു. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടുത്ത ഓപ്ഷനിലേക്ക് പോകും. നമ്മുടെ ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനിലേക്ക് പോകും. ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഇവിടെ കാണാം. അതിൽ 1, 2, അതുപോലെ തന്നെ 3, 4. ആദ്യത്തെ നമുക്ക് റെസിപ്റ്റ്, അതായത് പെർമിറ്റ് ഫീസിൻ്റെ റെസിപ്റ്റ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ അഫിഡവിറ്റ്. രണ്ടാമത് പെർമിറ്റ് അല്ലെങ്കിൽ കംപ്ലീഷൻ ഓർഡർ, 2 കാര്യം. മൂന്നാമത്തത് ബാങ്ക് പാസ്ബുക്ക്. നാലാമത്തെ പൊസിഷൻ സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് വേറെ കാണാം, അത് അപ്ലോഡ് ചെയ്യുക. ഡോക്യുമെന്റ് ഡീറ്റെയിൽസിന് നമുക്ക് ആദ്യത്തെ റെസിപ്റ്റ് നമ്മളുടെ ഡോക്യുമെന്റ് നമ്പർ അടിക്കുക, എന്നിട്ട് ഇഷ്യൂ ഡേറ്റ് അടിക്കുക. വാലിഡ് അപ് ടു എന്നുള്ളത് നമുക്ക് ഇത് കമ്പൾസറി ഒന്നുമല്ല, അത് ഇത് നമ്മുടെ ഇഷ്യൂ ഡേറ്റും കമ്പൾസറി അല്ല. ഒന്നാമത്തെ അറ്റാച്ച് ചെയ്യുക. ഡോക്യുമെന്റ്സിൽ ആദ്യത്തെ നമ്മളുടെ റെസിപ്റ്റ്, അതായത് പെർമിറ്റ് ഫീസ് അടച്ച റെസിപ്റ്റ് അല്ലെങ്കിൽ അഫിഡവിറ്റ് അറ്റാച്ച് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത് പെർമിറ്റ് കംപ്ലീഷൻ ഓർഡർ, അതുപോലെ നമ്പറും അതിൻ്റെ ഇഷ്യൂ ഡേറ്റും വാലിഡിറ്റി അപ് ടു പെർമിറ്റ് വാലിഡിറ്റി ഉണ്ടാവും. ഇതൊന്നും കമ്പൾസറി അല്ല ഇത് കൊടുക്കേണ്ടത്, എന്നാലും കൊടുത്തു. മൂന്നാമത് ബാങ്ക് പാസ്ബുക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഞാൻ എൻ്റർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പൊസിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഇതും നമുക്ക് ആകെ അപ്ലോഡ് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കണമെന്ന് കമ്പൾസറി ഇല്ല, എന്നാലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിൽ നമ്മൾ പെർമിറ്റ് ഫീസിൻ്റെ ഒന്നുകൂടി ആഡ് ചെയ്യുക. അതായത് ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ അടച്ചിട്ടുണ്ടല്ലോ, ആ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിൽ നമ്മൾ പെർമിറ്റ് ഫീസിൻ്റെ ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡേറ്റ് ഒന്ന് എൻ്റർ ചെയ്തിട്ട് അതൊന്ന് അപ്ലോഡ് ചെയ്യുക. ഞാനിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിൽ നമുക്ക് ഇവിടെ അപ്ലിക്കേഷൻ ചെയ്ത ഡേറ്റ് ഇല്ലേ നമ്മളുടെ, അതിൻ്റെ ഡീറ്റെയിലും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അതിലൊരു നമ്പർ കിട്ടും, ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്താൽ മതി. അതുപോലെ തന്നെ അതിനെ അറ്റാച്ച് ചെയ്യുക, അപ്ലിക്കേഷൻ അറ്റാച്ച് ചെയ്യുക. കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം പ്രൊസീഡ് പ്രിവ്യൂ കൊടുക്കുക. പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഇവിടെ ആദ്യം തന്നെ നമ്മൾ സബ്മിറ്റ് ടു ഏത് ലോക്കൽ ബോഡിയിലേക്കാണോ അത് കാണും. അതിനുശേഷം ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ കാണും, ആളുടെ പേരും ബാക്കി ഡീറ്റെയിലും നമ്മൾ എന്തൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും. അതിന് തൊട്ടതായത് ജനറൽ ഡീറ്റെയിൽ നമ്മൾക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങൾ കാണും. അതിനുശേഷം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ. അതിൽ നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഡോക്യുമെന്റ്. അത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് നോക്കാൻ പറ്റും, എന്താണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാൻ പറ്റും, ഇവിടെ കാണാം. അതിന് തൊട്ടതായിട്ട് നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് കൊടുത്തു, അതിൻ്റെ തൊട്ട് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുമ്പോൾ അടുത്ത ഡിക്ലറേഷൻ വരും. ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക, OTP വെരിഫൈ ചെയ്യുക. ഇവിടെ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ OTP വെരിഫിക്കേഷൻ വരാം. ഇവിടെ നമുക്ക് ഈ OTP വെരിഫിക്കേഷൻ നമ്മളതിൽ സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് OTP എൻ്റർ ചെയ്യാനുള്ളൊരു കോളം കൂടി ഇവിടെ വരും. OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്നോളജ്മെന്റ് ഡീറ്റെയിൽ വരാം, നമ്മളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ കാണാം അപ്ലൈഡ് എന്ന്, ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് റീഫണ്ട് അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫയൽ ട്രാക്കിങ്ങിൽ പോയി ഇവിടെ ചെക്ക് ചെയ്യാം. ഇത് കാണാൻ പറ്റും നമുക്ക് ഫയൽ ട്രാക്കിങ്ങിൽ നമ്മുടെ ഫയൽ നമ്പർ, അതുപോലെ തന്നെ വാർഡ് നമ്പർ, അപ്ലിക്കൻ്റ് നെയിം, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആരുടെ കയ്യിലാണെന്ന് ഈ ഫയൽ ഉണ്ടെന്ന് കാണിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ പെർമിറ്റ് ഫീസ് റീഫണ്ട് ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിലാണ് നമ്മളുടെ പെർമിറ്റ് ഫീസ് റീഫണ്ട് ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.